രണ്ടാമതായിട്ടോ അള്ളാഹുവിന്റെ ഖലായിലും ഖദറിലുമുള്ള വിശ്വാസമാണ്. ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചു തരുന്ന ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് രോഗം ബാധിക്കും, അവന് എന്താ പ്രയാസങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നു വരും. ഇതൊക്കെ മുമ്പുള്ളവർക്കും വന്നത് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി വരാനിരിക്കുന്നവർക്കും കടന്നു വരുന്നതാണ്. അതുകൊണ്ട് നീ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ കതബല്ലാഹു മകാദിറൽ ഖലായികി ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർള് ബി50,000 സന. ഈ ഒരൊറ്റ ഹദീസ് നിന്റെ ഹൃദയത്തിൽ എഴുതി വെക്കൂ. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നവര്, ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നവര്, മരണം കൊണ്ട് സർവ്വതും അവസാനിക്കുമെന്ന് കരുതുന്നവര്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് അല്ലാഹു സൃഷ്ടികളുടെ മിഖ്ദാറുകൾ, അളവുകൾ, അളവ് തോതുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഭൂമിയെ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ അളവ് തോത് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ലോകം സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് തന്നെ സിറാജിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യം അല്ലാഹ് തീരുമാനിച്ചു കഴിഞ്ഞു, അളന്ന്. പിന്നെ ഞാൻ എന്തിനാ? पहली बार शेयर खरीदते हैं तो डर तो लगता ही है. मुझे याद है जब मैं 11th स्टैंडर्ड में था, अपने जीवन का पहला स्टॉक खरीदा, तभी समझ आ गया था कि देखिए इन्वेस्टमेंट करना जरूरी है. पैसा केवल बैंक पे पड़ा रहे तो उसका कुछ नहीं बनेगा. और आजकल तो स्टार्ट करना बेहद आसान हो गया है. ग्रो जैसी ऐप है जिसमें कुछ ही मिनटों में. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ മനസ്സിലാക്കേണ്ടത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖുർആൻ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഭൂമിയിൽ നിങ്ങളുടെ അവിടുന്ന് ഖുർആൻ പറയുകയാ, നിങ്ങളെ ഞാൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നതിന്റെ ആശയം. അതുകൊണ്ട് ഇവിടത്തെ ജീവിതം അത്ര എളുപ്പത്തിലല്ല എന്ന് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇതൊക്കെ ഇങ്ങനെ മുൻകൂട്ടി രേഖപ്പെടുത്തിയത്? അല്ലെങ്കിൽ ഈ വസ്തുക്കൾ ജനങ്ങളെ അറിയിച്ചത് എന്തിനു വേണ്ടിയാ? അതിനുള്ള മറുപടിയായിട്ട് അള്ളാഹു പറയുകയാണ്, لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختار فخور. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ നിശ്ചയിച്ചത്? ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നത് ജീവിതത്തിൽ പെട്ടെന്ന് മക്കൾ മരിച്ചു പോകുമ്പോൾ വിളിച്ചുകൂവി നിലവിളിക്കാനല്ല. ഇത് റബ്ബ് മുൻകൂട്ടി തീരുമാനിച്ചതാ. ഇത് റബ്ബിന്റെ തീരുമാനമാ. വൽ ഖദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നമുക്ക് ചിന്തിക്കേണ്ടതാ. ഈമാൻകാരി എത്ര എണ്ണം ഉണ്ട്? ഞാൻ ഇറങ്ങി ഇപ്പോൾ പോകും എങ്ങോട്ടെങ്കിലും. ഈമാൻകാരി എത്ര എണ്ണം ഉണ്ട്? 6 5 7. ഈമാൻകാര്യത്തിൽ ഒന്നാമത്തത് എന്താ? മദ്രസയിൽ നിന്ന് തുടങ്ങാം. ഒന്നാമത്തെ എന്താ? 2 ഏതെങ്കിലും ഒന്നി എല്ലാരും കൂടെ ഒരുമിക്ക്. ഒന്നി മുറുസല് അല്ലെങ്കിൽ മലക്ക്. 3 4 5. സുബ്ഹാനല്ലാഹ്. ഈമാൻകാരി 6 എണ്ണം ഉണ്ട്. 1 അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, 2 അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, 3 അള്ളാഹുവിന്റെ
കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക. 4 അള്ളാഹുവിൻ്റെ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക. 5 പള്ളിക്കുഴി കൊണ്ടുവെക്കുന്നൊരു ദിവസം ഉണ്ടെന്ന് വിശ്വസിക്കുക. അന്ത്യദിനത്തെ കൊണ്ട് വിശ്വസിക്കുക. 6 അള്ളാഹയെ വിശ്വാസമുണ്ട്, അള്ളാഹിൻ്റെ മലക്കുകളെ വിശ്വാസമുണ്ട്, അള്ളാഹുവിൻ്റെ ഖുർആനിൽ വിശ്വാസമുണ്ട്, മുർസലീങ്ങളിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. ഇല്ലേ? 6ാമത്തെ കാര്യത്തിൽ വിശ്വാസമില്ല. 6ാമത്തെ കാര്യത്തിന് എന്തേ? വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറും ഷർറും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, സന്തോഷവും ദുഃഖവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, രോഗവും ആരോഗ്യവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, സമ്പത്തും സമ്പത്തില്ലായ്മയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്. ഇത് വിശ്വസിച്ചാലേ നീ ഈമാനുള്ളവനാകൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 5 വിശ്വാസമുണ്ട്, 6ാമത് വന്നപ്പോൾ പൊട്ടി. 5 കാര്യത്തിൽ വിശ്വാസമുണ്ട്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ചാകാനും പിടിക്കാനും ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോൾ ഓടലല്ല, ഒളിച്ചോട്ടമല്ല. എടാ, ഇതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാ. ഇത് റബ്ബിന്റെ തീരുമാനമാണെന്നുള്ള ബോധം നമ്മൾക്കില്ലാതെ വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലപടം പറയുന്ന ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തത്, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ്, അവന്റെ മുൻനിശ്ചയം അനുസരിച്ചാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളതൊരു മുസ്ലിമിന്റെ ബാധ്യതയാ. അത് വിശ്വസിക്കുമ്പോഴാണ് അവൻ ഈമാനുള്ളവനാകുന്നത്, മുസ്ലിമാകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാൻ കാര്യം പോലും നേരെയാകാത്തവനെ കുറിച്ച് പിന്നെ എന്തു പറയാനാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ ഈമാൻ ഉറയ്ക്കാതെ വരുമ്പോഴുണ്ടാകുന്ന നഷ്ടമെന്തെന്നറിയുമോ? അല്ലാഹുവേ, അവന്റെ അവസാനം മോശമായി പോകുന്ന അവസ്ഥയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ കാര്യം ഉറയ്ക്കാത്തത് കൊണ്ടാ അവസാനവും മോശമായി പോകുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ